ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം നമുക്ക് ഇച്ചിരി ഉണക്കമാങ്ങ കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മ ഉണങ്ങി വെച്ചത് തന്നു വിട്ടതാണേ. അപ്പോൾ നമുക്ക് ഇന്ന് ഇതൊന്ന് അച്ചാറിടുന്ന കാണാവേ. ആദ്യം ഒരു കഴുകി മാറ്റിയിട്ട് പിന്നെ ഇത് കുതിർക്കാൻ വെക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. അപ്പം മാങ്ങയെല്ലാം നമ്മൾ കഴുകി വെള്ളം ഒഴിച്ച് കുതിർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുതിർക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ കുതിർത്ത് കഴിയുമ്പോൾ ഇത് നല്ല പഞ്ഞി പോണക്കാകും കേട്ടോ. കട്ടിയൊക്കെ കുറഞ്ഞ് നല്ല മയത്തിനിരിക്കുവേ, അതിനാണ് ഇത് കുതിർക്കുന്നത്. ഇനി നമുക്കിത് അച്ചാറിടാം. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, 3 മാസം ആയതേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ ചീനച്ചട്ടി വാങ്ങിച്ചിട്ട്. പുതിയൊരു ചീനച്ചട്ടിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകം ചുമന്ന്, ഞാനാണെ ആ സ്റ്റീലിട്ട് ആ ചുമപ്പ് പോകുന്നതും കൊണ്ട് ഉരച്ചിട്ട് വേണ്ടേ, അത് പോയതല്ലാതെ അതിൻ്റെ അകം മൊത്തം ഇളകിയതല്ലാതെ ആ ചുമന്നിരിക്കുന്നത് പോയിട്ടില്ല കേട്ടോ. ഇനി അലുമിനിയം ഇത് കൊള്ളാത്തതും കൊണ്ടായിരിക്കും കേട്ടോ, എന്താണെന്നറിയത്തില്ല ഇതിങ്ങനെ വന്നത്. പുതിയ ചീനച്ചട്ടി. പിന്നെ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, കറി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന കായം ഇട്ട് കൊടുക്കാവേ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇവിടെ നമുക്ക് 10 ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊടിയല്ല, ഉലുവയാണ്. ഞാൻ കടുകിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ മറന്നതുകൊണ്ട് ഇട്ട് മൂപ്പിക്കുകയാണ്. നമുക്കിനി ഈ സ്പൂണിന് ഒരു 4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മുളക് പൊടി മൂപ്പിക്കാം കേട്ടോ. പച്ചമണം മാറുന്നിടം വരെ മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉണക്കമാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്കിനി അതിലേക്ക് ഈ കുതിർത്ത് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. നമ്മുടെ ഉണക്കമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഇനി തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാവേ. ഇതാണെങ്കിൽ ഇച്ചിരി പുളിയും ഉപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വിനാഗിരി ചേർത്തുള്ളൂ. ഞാൻ അങ്ങനെ വിനാഗിരി ചേർക്കാറില്ല ഒന്നിലും. പിന്നെ ഉണക്കമാങ്ങ ആയതുകൊണ്ട് ശകലം വിനാഗിരി ചേർത്ത് കൊടുത്ത് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ ഒത്തിരി വിനാഗിരി ഒന്നും ചേർക്കാറില്ലേ. പിന്നെ ഇത് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല എണ്ണയ്ക്കകത്തും ഉണ്ടാക്കാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. കുതിർത്ത് വെക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മളൊന്ന് കഴുകിയിട്ട് വേണമെന്ന്. കാരണം വെയിലത്തിട്ട് ഉണക്കുന്നതല്ലേ, വല്ല പൊടിയോ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴുകി കളഞ്ഞിട്ട് നമുക്ക് ഇതെടുക്കുവാണെങ്കിൽ ആ കുതിർന്ന വെള്ളവും കൂടെ ആകുമ്പോൾ അതിൻ്റെ പുളിയും ഉപ്പും എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് പിടിച്ചോളുവേ. ഇനി നമുക്ക് ഈ ഉപ്പ് ഇട്ട് ഉണക്കിയതായതുകൊണ്ട് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് നമുക്കിത് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഗ്രേവി വേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് പുരട്ടി എടുക്കേണ്ടവർക്ക് പുരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇവിടെ നിന്നൊന്ന് തിളയ്ക്കട്ടെ.